ആ ഗ്രാമത്തിലെ ഒരു പാതയിലൂടെ മഞ്ഞ ടീഷർട്ടും നീല നിക്കറുമിട്ട 8 വയസ്സുകാരൻ മനു ഒരു നീലചിത്രശലഭത്തിന് പിന്നാലെ ചിരിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. അവന്റെ അലസമായ മുടിയിഴകൾ കാറ്റിൽ പാറിപ്പറന്നു. ആ ഓട്ടം ചെന്നു നിന്നത് അവന്റെ വീടിന്റെ മുറ്റത്തുള്ള പച്ചക്കറിത്തോട്ടത്തിന് മുന്നിലാണ്. അവിടെ അവന്റെ മുത്തശ്ശൻ ചെടികളെ പരിപാലിക്കുകയായിരുന്നു. മനുവിനെ കണ്ടപ്പോൾ അപ്പൂപ്പന്റെ ചുളിവുകൾ വീണ മുഖത്ത് വാത്സല്യം നിറഞ്ഞ ഒരു പുഞ്ചിരി വിടർന്നു. എന്താ മോനെ, രാവിലെ തന്നെ ഒരു ഓട്ടം? അദ്ദേഹം ചോദിച്ചു. അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അമ്മ സ്റ്റീൽ പാത്രത്തിലേക്ക് ചൂടുള്ള ചോറ് വിളമ്പി. മനുവിന്റെ അച്ഛനും അപ്പൂപ്പനും അടുത്തുണ്ട്. പെട്ടെന്ന് മനുവിന്റെ കുഞ്ഞിക്കണ്ണുകളിൽ ഒരു സംശയം മുളപൊട്ടി. അവൻ ചോറ് നിറച്ച പാത്രത്തിലേക്കും പിന്നെ അപ്പൂപ്പന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അപ്പൂപ്പ, അവൻ ചോദിച്ചു, ഈ ചോറൊക്കെ ശരിക്കും എവിടെ നിന്നാ വരുന്നത്? അതുകേട്ട അപ്പൂപ്പൻ ഒന്ന് ചിരിച്ചു. വാത്സല്യത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി. ആ നോട്ടത്തിൽ ഒരു വാഗ്ദാനം ഒളിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ അപ്പൂപ്പൻ മനുവിനെയും കൂട്ടി വിശാലമായ ഒരു പാടത്തേക്ക് പോയി. വൈക്കോൽ തൊപ്പിവെച്ച അപ്പൂപ്പൻ ചെളി നിറഞ്ഞ പാടത്തേക്കിറങ്ങി. മനു ആദ്യം മടിച്ചു നിന്നെങ്കിലും അപ്പൂപ്പൻ കൈനീട്ടിയപ്പോൾ അവൻ ധൈര്യത്തോടെ ചെളിയിലേക്ക് കാലെടുത്തു വെച്ചു. അപ്പൂപ്പൻ തന്റെ കരുത്തുറ്റ കൈകളിൽ ഒരു കൂട്ടം ഇളമ്പച്ച ഞാറെടുത്ത് മനുവിന് കാണിച്ചുകൊടുത്തു. പിന്നെ മനുവിന്റെ കുഞ്ഞിക്കൈകൾ പിടിച്ച് ആ ഞാറ് ചെളിയിലേക്ക് എങ്ങനെ നടണമെന്ന് പഠിപ്പിച്ചു. ചെളി തെറിച്ച് മുഖത്തായപ്പോൾ മനു ഉറക്കെ ചിരിച്ചു. അപ്പൂപ്പനും ആ ചിരിയിൽ പങ്കുചേർന്നു. ദിവസങ്ങൾ കടന്നുപോയി. പാടത്തെ ചെളിയിൽ നിന്ന് പച്ചമുളകൾ ആകാശത്തേക്ക് ഉയർന്നു. താമസിയാതെ പാടം മുഴുവൻ പച്ചപ്പരവതാനി വിരിച്ചതുപോലെയായി. ഒടുവിൽ വെയിലേറ്റ് പാടം മുഴുവൻ സ്വർണ്ണനിറമായി. അത് കൊയ്ത്തിന്റെ സമയമായിരുന്നു. ഗ്രാമവാസികളെല്ലാം ചേർന്ന് അതൊരു ഉത്സവമാക്കി മാറ്റി. ചുവന്ന കുപ്പായമിട്ട് മനുവും അവർക്കൊപ്പം കൂടി. അപ്പൂപ്പൻ അവന്റെ കൈകളിൽ ഒരു ചെറിയ അരിവാൾ വെച്ചുകൊടുത്തു. അവന്റെ കൈകൾക്ക് മുകളിലൂടെ പിടിച്ചുകൊണ്ട് ആദ്യത്തെ കതിർ എങ്ങനെ കൊയ്യണമെന്ന് കാണിച്ചുകൊടുത്തു. താൻ കൊയ്തെടുത്ത നെൽക്കതിർ ഉയർത്തിപ്പിടിച്ച് മനു അഭിമാനത്തോടെ ചിരിച്ചു. പിന്നീട് ആ നെല്ല് ചാക്കുകളിലാക്കി അങ്ങാടിയിലേക്ക് കൊണ്ടുപോകുന്നതും അമ്മ അവിടെ നിന്ന് പച്ചക്കറികൾ വാങ്ങുന്നതും മനു കണ്ടു. അന്ന് രാത്രി ഊണുമേശയിൽ മനു വളരെ നിശബ്ദനായിരുന്നു. അവൻ തന്റെ പാത്രത്തിലെ ഓരോ വറ്റിലും നോക്കി. അതിൽ തന്റെ അപ്പൂപ്പന്റെയും ഗ്രാമത്തിലെ മറ്റനേകം പേരുടെയും അധ്വാനത്തിന്റെ കഥയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ എഴുന്നേറ്റുവന്ന് അപ്പൂപ്പനെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. സന്ധ്യ മയങ്ങുന്ന നേരം മനു വീടിന്റെ മുറ്റത്തെ ഒരു ചെറിയ തുണ്ട് ഭൂമിയിൽ കുത്തിയിരിക്കുകയായിരുന്നു. അവന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഒരു തക്കാളിത്തയ്യെ മണ്ണിലേക്ക് നട്ടു. അതിന് വെള്ളമൊഴിക്കുമ്പോൾ അസ്തമയ സൂര്യന്റെ സ്വർണ്ണനിറമുള്ള വെളിച്ചം അവന്റെ മുഖത്ത് തട്ടി.